ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തീയലാണ്. ആ തീയൽ മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ടാൻ. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസിയായ ഒരു റെസിപ്പിയാണ്. പടവലങ്ങ തീയലാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനെന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഞാനിവിടെ പടവലങ്ങ എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ സവാളയാണ് എടുത്തിട്ടുള്ളത്. കൊച്ചുള്ളി നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഏറ്റവും ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ പച്ചമുളക്, പച്ചത്തക്കാളിക്കയും കൂടെ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പച്ചത്തക്കാളിക്ക വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊരു കറി വെക്കുമ്പോൾ നിങ്ങൾ പച്ചത്തക്കാളി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, അത്ര ടേസ്റ്റാണ്. ഞാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അത് നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം ഞാനിവിടെ കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കരിയാപ്പില ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മണവും ഗുണവും വേറെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ പാൻ എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാനതൊരു പ്രത്യേക രീതിയിൽ ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കിയതാണ്. ഈ ഫ്രൈ ചെയ്തതാണ് കോക്കനട്ട്. അത് ഞാൻ നിങ്ങൾക്ക് പുറകാലെ പറഞ്ഞു തരുന്നതായിരിക്കും. നന്നായിട്ട് ഫ്രൈ ചെയ്തത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ നല്ല ജീരകം അല്ലെങ്കിൽ നമ്മുടെ വലിയ ജീരകവും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മാത്രം മതി. അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ നമുക്ക് ആവശ്യമായ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം അത് ആറാൻ വെക്കാം. നമുക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ഞാനിപ്പം അത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ വഴറ്റാൻ വെച്ചതൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നു. അതിനുശേഷം നമ്മൾ അരയ്ക്കാൻ പോവുകയാണ്. അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ കൂടെ ആവശ്യമായ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പിഴുപുളി എടുത്തിട്ടുണ്ട്. ആ പിഴുപുളി നമുക്ക് ആ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേനും നമുക്ക് ഇതിനാവശ്യമായ താളിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ച് അതുപോലെ ഉള്ളി അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഉണക്കമുളകും ഉപയോഗിക്കുന്നുണ്ട്. കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒടുവിലായിട്ട് ഞാൻ കാശ്മീർ ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല ഒരു ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പം ഈ മുളക് പൊടിയുള്ള കളറും കാണാനും ഒരു ലുക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തീയലാണ്. നിങ്ങൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.